പൈനാപ്പിൾ കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു ഡെസേർട്ട് അങ്ങ് റെഡിയാക്കിയാലോ. എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഐറ്റം എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് പൈനാപ്പിൾ തന്നെയാണ് ആദ്യമായിട്ട് വേണ്ടത്. ഒരു ചെറിയ പൈനാപ്പിൾ ഞാൻ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞ് നന്നായിട്ട് മുള്ളൊക്കെ അങ്ങ് ചെത്തിക്കളയണം കേട്ടോ. അതിനുശേഷം നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയാണ് ആവശ്യമായിട്ടുള്ളത്. പൈനാപ്പിളിന് നല്ല മധുരം ഉണ്ടെങ്കിൽ 1/2 കപ്പോളം പഞ്ചസാരയുടെ ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മാത്രമേ 3/4 കപ്പോളം പഞ്ചസാര എടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര മധുരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ പഞ്ചസാര ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഉടയൊന്നും വേണ്ട. ആ ഒരു പഞ്ചസാരയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആയാൽ മതി. നമ്മൾ ജാമൊക്കെ ഉണ്ടാക്കണ മാതിരി തന്നെ അത്രയൊന്നും വേണ്ട കേട്ടോ. അതിന് മുന്നേ തന്നെ നമുക്കത് ഓഫ് ചെയ്യാം. ആ ഒരു പഞ്ചസാരയൊക്കെ പൈനാപ്പിൾ നന്നായിട്ട് അബ്സോർബ് ചെയ്യണം. നല്ല ജ്യൂസി ആവണം നമ്മുടെ പൈനാപ്പിൾ. അത്രയും മതി കേട്ടോ. അതുവരെ നമുക്കിത് നന്നായിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാനായിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ അമൂലിൻ്റെയൊക്കെ ഒരു ചെറിയ പാക്കറ്റ് ഫ്രഷ് ക്രീം ഇതിന് മതിയാവും. ഒരു 250 ml ഫ്രഷ് ക്രീം മതിയാവും കേട്ടോ. അത് നമുക്ക് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അടുത്തത് നമുക്കിതിലേക്ക് നട്ട്സാണ് കേട്ടോ ചേർക്കേണ്ടത്. ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ആൽമണ്ടാണ് ചേർക്കുന്നത്, ബദാമാണ് കേട്ടോ. അപ്പോൾ അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള പരിപാടി കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യവും വരുന്നില്ല. ഇനി ഇത് നമുക്ക് അടുത്തത് സെർവ് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എപ്പോഴാണോ നമ്മളിത് കഴിക്കാൻ കൊടുക്കണം ആ സമയത്ത് നമ്മളിത് സെർവ് ചെയ്താൽ മതി. അതുവരെ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. അല്ലെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് കൊടുക്കുന്നത് സെർവ് ചെയ്യുന്നത് ആ പാത്രത്തിൽ നമുക്ക് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചാലും മതി കേട്ടോ. ഏതായാലും ഇത് തണുക്കണം. കുറച്ച് സമയം കഴിയുകയും വേണം. കാരണം ആ ഒരു ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ പൈനാപ്പിളും കൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് നമുക്ക് ഒരു ഡെസേർട്ട് കിട്ടുക കേട്ടോ. ഇത് ഇതുപോലെ കോരി കഴിക്കാൻ പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. ലാസ്റ്റ് ഞാൻ കുറച്ച് ആൽമണ്ടും കൂടെയും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പൈനാപ്പിളും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ ബൈ. താങ്ക്